എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സൗദി അറേബ്യ ജിദ്ദയിലെ വലിയൊരു ഫിഷ് മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെട്ടവരൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളൊക്കെ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും തുടർന്നും നിങ്ങളെ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാട്ടോ, ഇങ്ങനെ എന്താ പറയുക, കടപ്പുറത്ത് കൂടെ ഇങ്ങനെ പോവാണ്. നമ്മൾ ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഒരു പച്ച കളറ്, ആ ബിൽഡിംഗ് ആണ് ടോർച്ച് ബിൽഡിംഗ് എന്നറിയപ്പെടുന്നത്. ടോർച്ചിൻ്റെ ആകൃതി കാരണം അതിനെല്ലാവരും ടോർച്ച് ബിൽഡിംഗ് എന്നാണ് വിളിക്കാറ്. അതിൻ്റെ അടിയിലാണ് മീൻ മാർക്കറ്റ് ഉള്ളത്. പച്ച ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു. ഇവിടെ കുറേ ആളുകൾ മീൻ കയറ്റുന്നുണ്ട്, കുറേ ആളുകൾ മീൻ കയറ്റി പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് പോരുമ്പോൾ ഇങ്ങനെ മാർക്കറ്റിൻ്റെ ഫ്രണ്ട്, അതിനുള്ളിൽ കയറിയാൽ ഒരുപാട് കടകളുണ്ട്, ചെറിയ ചെറിയ കടകൾ. നല്ല രസം കാണാൻ. വേണ്ട കുറേ ആളുകൾ മീൻ മേടിച്ച് വരുന്നു. കടകളൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ, എല്ലാ തരത്തിലുള്ള മീനുകളും ഉണ്ട് കേട്ടോ. വേണ്ട നാടൻ അയില, നണ്ട്, തിണ്ട, അരീത്, ഷവറ്, അങ്ങനെ തുടങ്ങിയത്. അമൂറിൻ്റെ ചെറുത്, പയാത്, ചെമ്മീൻ, റോബസ്റ്റർ, കൂന്തൽ. പിന്നെ ഇവിടെ ഒരു അംഗം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഹോൾസെയിലാണ്. ഇവിടെ രാവിലെ നല്ല തിരക്കായിരിക്കും. ഇവിടെ കിലോ ഒന്നും കിട്ടൂല, ഇങ്ങനെ ഹോൾസെയിൽ റേറ്റിനെ കിട്ടുള്ളൂ, പെട്ടിയായിട്ടേ കിട്ടുള്ളൂ. പിന്നെ ലേലം വിളിച്ചെടുക്കുന്ന സംഭവമുണ്ട്. നമുക്ക് വേണ്ടതുപോലെ ലേലം വിളിച്ചെടുക്കാം, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം. അങ്ങനെ സംഭവം ഉണ്ട്. അത് വേറിട്ടൊരു അനുഭവമാണ്, നല്ല രസമാണ് കാണാൻ. പിന്നെ മീൻ നന്നാക്കി തരുന്ന ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയൊരു പൈസ കിലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ നന്നാക്കി തരാനും ഇവിടെ ആളുകളുണ്ട്. പിന്നെ മാർക്കറ്റ് കാണാനും ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. വെറുതെ വന്ന് കാണാനും നല്ല ഭംഗിയാണ്. അടുത്തുള്ള കടപ്പുറവും അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയൊക്കെ കാഴ്ചകളൊക്കെ കാണാനും കുറേ ആളുകൾ മാർക്കറ്റ് വരലുണ്ട്. പിന്നെ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ് സീ പോർട്ട് ഉള്ളത്. മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ സീ പോർട്ട് കാണും. നല്ല വ്യൂ ആണ്, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ മാർക്കറ്റിൻ്റെ അടുത്ത് മീൻ പിടിക്കാനുള്ള ഒരു ബീച്ചുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മീനൊക്കെ പിടിക്കാം. അപ്പോൾ ചൂണ്ടയിടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാം. മീൻ കടലൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ ഞങ്ങളിടക്ക് പോക്കുണ്ട്, ഇടയ്ക്ക് കിട്ടലുണ്ട്, ഇടയ്ക്കൊന്നും കിട്ടലുമില്ല. മീൻ പിടിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആദ്യമാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഇന്തോനേഷ്യക്കാരാന്ന് പറഞ്ഞു. അച്ചൊക്കെ കഴിഞ്ഞ് വരുന്ന വരവാണെന്നാണ് പറഞ്ഞത്. ഏതായാലും മീൻ കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനേ നല്ല രസമാണ്.
വൈബാണ് കേട്ടോ, നല്ല കാറ്റുണ്ട്. ചെയ്യണ്ടോ ഇന്ന് അപ്പൊ മീൻ പിടിച്ചാൽ വന്ന ആൾ കളിച്ചാൻ പോയി. മീൻ പിടിച്ചല്ലേ ചെയ്യണ്ട്? വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിച്ച് എവിടെ പോയി, ഒരു കുട്ടി ഉണ്ടാകുന്നല്ലോ, ഒരു വിവരമല്ലല്ലോ. എന്നിട്ടോ ഒഴിവില്ലേ ഉള്ള? ചൂണ്ടയിട്ടാൻ വന്നപ്പോൾ ഒരുപാട് ആളുകളാണ്. അത് വെറുതെ നിട്ട് നോക്കുക മാത്രം. പിന്നെ അതല്ല നല്ല കാറ്റുണ്ട്. അപ്പോൾ കിട്ടുന്നില്ല പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ട്രൈ. ചിലപ്പോൾ കിട്ടിയാലോ, സെലിംകുമാർ പറഞ്ഞ മാതിരി ചിലപ്പോൾ കൊടുക്കണ്ടെങ്കിലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മീൻപിടുത്തത്തിൻ്റെ കഥ. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. ഏതായാലും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ചൂണ്ടലിടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും, മീൻ പിടിക്കാൻ ആവശ്യമായ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. ചൂണ്ടലായിട്ടും ഈർമ്പായിട്ടും വലകൾ, അങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ടോ ഒക്കെ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലുണ്ട്. ഒരുപാട് കടകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് ഇഷ്ടം പോലെ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും കിട്ടും. പിന്നെ മീൻ പിടിക്കുന്ന സാധനങ്ങൾ ഈ കടയിൽ കിട്ടും. ഇത് മലയാളികളുടെ കടയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർത്ത് തരും. അതേപോലെ നല്ല സാധനങ്ങളും കിട്ടും. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.